ലോകബാങ്ക് സഹായം വകമാറ്റി സംസ്ഥാന സർക്കാർ 140 കോടി രൂപയാണ് വകമാറ്റിയത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് കാർഷിക മേഖലയുടെ നവീകരണത്തിനായി ട്രഷറിയിലെത്തിയ പണം വകമാറ്റിയത്. പരിശോധനയ്ക്കായി ലോകബാങ്ക് സംഘം മെയ് 5-നെത്തും. പ്രജിത് മോഹനൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രജിത്ത്, ഈ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ സഹായങ്ങൾ ലോകബാങ്ക് ഉൾപ്പെടെ വിദേശ ഏജൻസികളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സഹായങ്ങൾ വകമാറ്റുന്നത് ആദ്യമായിട്ട് അല്ല. പക്ഷേ ഇവിടെ 140 കോടി രൂപയാണ് വകമാറ്റിയത്. മാത്രമല്ല, ലോകബാങ്ക് പരിശോധനയ്ക്കായി എത്തുകയും ചെയ്യുന്നു. വലിയൊരു ക്ഷീണം തന്നെയല്ലേ ഇത് കേരളത്തിന്? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെയാണ്, സംസ്ഥാനത്ത് ഇത് ആദ്യമായിട്ടല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ലഭ്യമാകുന്ന സഹായം അത് വകമാറ്റി പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഈ മൂലധന വികസനത്തിനായി കടമെടുക്കുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ശമ്പളവും പെൻഷനും ഒക്കെ നൽകുന്നത്. അപ്പോൾ അതുവരെ ഒരു തെറ്റായ നടപടിക്രമമാണെന്ന് പലഘട്ടവും വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ ഈ ലോകബാങ്ക് നൽകിയിരിക്കുന്ന സംസ്ഥാനത്തെ ഈ കാർഷിക മേഖലയുടെ വികസനത്തിനായി നൽകിയ അല്ലെങ്കിൽ അതിനുവേണ്ടി രൂപീകരിച്ചിരിക്കുന്ന കേര പദ്ധതിക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പണമാണ് സംസ്ഥാന സർക്കാർ വകമാറ്റിയതായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 140 കോടി വകമാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ലോകബാങ്ക് സംഘം കേരളത്തിലേക്ക് സന്ദർശനം നടത്താൻ എത്തുന്നത് എന്നുള്ളതാണ്. മെയ് 5-നാണ് ഈ സന്ദർശനം നടക്കുക. ഒരുപക്ഷെ ഒരു സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ തുക വകമാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം, പരിശോധന, അത് ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഈ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ക്ഷീണം തന്നെയാണ് അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിനുണ്ടാകുന്നത്. കൃത്യമായി സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരു വകുപ്പിനും കൃത്യമായി പണം നൽകുന്നില്ല. അതേസമയം വാർഷികാഘോഷമടക്കം വലിയ ദൂർത്ത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൂർത്ത് നടക്കുന്നതിനിടയിലാണ് മറ്റ് വകുപ്പുകളിലെ പ്രതിസന്ധി പരിഹരിക്കാനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനോ സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ ഒരു പദ്ധതിക്ക്, അതൊരു വേൾഡ് ബാങ്ക് പോലെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സഹായമായി ലഭ്യമായിട്ടുള്ള 140 കോടി രൂപ അത് ട്രഷറിയിൽ വന്നതിന് ശേഷം വകമാറ്റുന്ന ഒരു സമീപനത്തിലേക്ക് പോയിരിക്കുന്നത്. അത് ഈ രീതിയിലുള്ള വിമർശനം അത് വേൾഡ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത് വലിയ നാണക്കേടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ സുപ്രീം കോടതി അടക്കം സംസ്ഥാനത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തിയ സാഹചര്യമൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വായ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിഫ്ബി പോലെയുള്ള ഓഫ് ബജറ്റ് വായ്പകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനത്തിനെ വലിയ രീതിയിൽ ഇവിടുത്തെ സാമ്പത്തിക മാനേജ്മെന്റിനെയൊക്കെ വിമർശിച്ച സാഹചര്യവും വായ്പാ നിയന്ത്രണവും ഒക്കെ കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വേൾഡ് ബാങ്ക് ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഈ രീതിയിലുള്ള ക്രമക്കേടുകൾ എന്ന് വിളിക്കാവുന്ന ഇത്തരം വകമാറ്റലുകൾ നമുക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അധികൃതർ കണ്ടെത്തുകയാണെങ്കിൽ അത് സംബന്ധിച്ച് സംസ്ഥാനത്തിന് കിട്ടുന്ന സഹായങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ പങ്കുവയ്ക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ പറയുന്ന ഗുരുതരമായ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കൊണ്ട് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുമോ എന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ട്രഷറിലെത്തിയ 139.6 അറിയാവുന്നതുപോലെ ഒരു ഏകഛത്രാധിപതിയാണല്ലോ കേരളം ഭരിക്കുന്നത്. പലപ്പോഴും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഇത്തരത്തിലുള്ള വകമാറ്റൽ അറിയാറില്ല. കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഈ കൃഷി വകുപ്പിൻ്റെ പ്രതികരണം വല്ലതും ലഭിച്ചിട്ടുണ്ടോ? അനിൽ, ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രാഥമികമായി ഇപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി കൃഷിമന്ത്രിക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. അനിൽ സൂചിപ്പിച്ചതുപോലെയാണ്, നേരത്തെ ഈ ചില വകുപ്പുകൾക്കൊക്കെ വാഹനം വാങ്ങാൻ ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നു പോലും മുഖ്യമന്ത്രി നേരിട്ട് അനുവാദം നൽകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രത്യേക താല്പര്യമെടുത്ത് മുഖ്യമന്ത്രിയുടെ ഇടപെടലോടുകൂടി ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് പണം അനുവദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പല വകുപ്പ് മന്ത്രിമാരും ഇത്തരം തീരുമാനങ്ങൾ അറിയുന്നില്ല എന്നുള്ള വിമർശനവും അത് ശരിവയ്ക്കുന്നതാണ്. അപ്പോൾ സജീവമായി കൃഷി വകുപ്പിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ് എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. കൃഷി വകുപ്പ് മന്ത്രി ഏതെങ്കിലും രീതിയിൽ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക തിരിമറി എന്നൊക്കെ വേണമെങ്കിൽ ഒരു പക്ഷേ വിമർശനം വന്നാലും തെറ്റില്ല. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അതും ലോകബാങ്ക് പരിശോധനയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. അത്തരമൊരു പരിശോധന നടക്കുകയാണെങ്കിൽ, കൂടുതൽ ഈ രീതിയിൽ വകമാറ്റിയിട്ടുള്ള ചെലവഴിപ്പുകൾ വല്ലതും കണ്ടെത്തുകയാണെങ്കിൽ അതും വലിയ പ്രതിസന്ധി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല വകുപ്പുകളും നമ്മൾ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ 2000 കോടി കൂടി ഏപ്രിൽ 29 സർക്കാർ വായ്പ എടുക്കുകയാണ്. അതിനുള്ള കടപ്പത്രങ്ങളുടെ ലേലം ഏപ്രിൽ 29
മുംബൈയിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് നേരത്തെ നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് നൽകിയിട്ടുള്ള കേന്ദ്രം നൽകിയിട്ടുള്ള തുക അത് ട്രഷറിയിൽ എത്തിയ ശേഷം വകമാറ്റി ചെലവഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വകമാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, ലോകബാങ്ക് സഹായം വകമാറ്റി സംസ്ഥാന സർക്കാർ 140 കോടി രൂപയാണ് വകമാറ്റിയത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് കാർഷിക മേഖലയുടെ നവീകരണത്തിനായി ട്രഷറിയിലെത്തിയ പണം വകമാറ്റിയത്. പരിശോധനയ്ക്കായി ലോകബാങ്ക് സംഘം മെയ് 5-ന് കേരളത്തിൽ എത്തും. ഈ കള്ളത്തരം പിടിച്ചാൽ ഇനി ലോകബാങ്കിൽ നിന്ന് കേരളത്തിന് സഹായം ലഭിക്കില്ല. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.